എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചാക്കോച്ചൻ. അദ്ദേഹത്തിന് ഒരു ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംഗതിയൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ പള്ളി തിരുഹൃദയപ്പള്ളിയാണ്. തിരുഹൃദയത്തിനായി പ്രതിഷ്ഠിക്കേണ്ട കാര്യങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു. നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുരോഗം വന്നത്. ഞങ്ങൾക്കേറെ വിഷമമുള്ള കാര്യമാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഈ അപകടം നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? ഈ തിരുഹൃദയ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ട് അദ്ദേഹം വീടുകളൊക്കെ വെഞ്ചിരിക്കാൻ ഇറങ്ങുന്നു സമയത്ത് ആൾക്ക് സ്ട്രോക്കിൻ്റെ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് നമ്മൾ വിഷു ഹോസ്പിറ്റലിൽ തീർത്ത് ഞാൻ എൻ്റെ അണ്ടർ ട്രീറ്റ്മെൻറ്റ് നടന്നു കൊടുക്കുകയായിരുന്നു. എത്ര വർഷം മുമ്പായിരുന്നു അതുകൊണ്ട്? ഈ റീസെൻ്റ്ലി ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ. അത് ആൾ എന്നിട്ട് ആരോഗ്യം പരീക്ഷിച്ച് കിട്ടി. അദ്ദേഹം കുർബാനയും കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ അതുപോലെ തുടങ്ങി. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആളിങ്ങനെ ടൗണിൽ പോയി തിരിച്ചു വന്ന് റൂമിൽ കിടന്നു. ഗുളിക കഴിച്ച് കിടന്നു. സാധാരണ 4:30 ആകുമ്പോൾ പുറത്തിറങ്ങാറുണ്ട്. ഒരു 4:30 4:45 കാണാണ്ടായപ്പോൾ വിളിച്ചപ്പോൾ ഒരു അനക്കമില്ല. അപ്പോൾ നമ്മൾ വാതിലും തട്ടിയപ്പോൾ ശബ്ദം ഉണ്ടാക്കിയ ആൾ. പക്ഷെ ആൾ എവിടെയാണ് പൊസിഷൻ എന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ആൾ വന്ന് നിൽക്കുന്നുണ്ട്. വന്ന് നിൽക്കുമ്പോൾ ആ സ്ട്രോക്കിൻ്റെ ലക്ഷണം കണ്ടേ. ഇങ്ങനെയാണ് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. മിഷൻ ഹോസ്പിറ്റൽ അണ്ടർ ട്രീറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിന് ഇത്രയും ദുരൂഹമായ അവസ്ഥയിലേക്ക് എത്തി. 2-3 ദിവസത്തെ തീവ്ര പരിചരണത്തിലായിരുന്നു. തീവ്ര പരിചരണത്തിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായതും ഒപ്പം കിഡ്നി സംബന്ധമായ കേസും ലങ്സിൻ്റെ സംബന്ധമായ കേസും ഒക്കെ ഭയങ്കര ക്രൂഷ്യൽ ടൈമായി മാറി. അതാണ് സംഭവം. ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വണ്ടിക്ക് ബസ് കാറിനകത്തേക്ക് കാലൊക്കെ എടുത്ത് വെച്ചിരിക്കും നടന്നു പോകുന്ന അവസ്ഥ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ടായിരുന്നു. പക്ഷേ ആന്തരികമായ മാറ്റം നമുക്കറിയില്ലായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാൽസ്യം ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിനെ എല്ലാത്തിനും ബ്ലോക്കാക്കി വന്നിരുന്നത്. വേറെ ആരോഗ്യമായ മറ്റു കാര്യങ്ങളും നമ്മളൊന്നും ദൃശ്യത്തിൽ കണ്ടിരുന്നില്ല. ഈ ഫെബ്രുവരി മാസത്തിലാണ് ചാക്കോച്ചൻ നമ്മുടെ ഇടവകയിൽ വന്നത്. അപ്പം ഞങ്ങൾ 4 കൈക്കാരന്മാർ 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ 7 മാസം കഷ്ടി 7 മാസമായിട്ടുള്ളൂ. 7 മാസത്തിനുള്ളിൽ നമ്മുടെ ഇടവകേനെ ആത്മീയമായി ഉണർത്തുന്ന വളരെയധികം പരിപാടികളാണ് അദ്ദേഹം ചെയ്തത്. അത് ഇടവക ഒന്നടങ്കം ഏറ്റെടുക്കുകയും പിന്നീട് ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഇതിൽ ഞങ്ങളോട് പങ്കുവെച്ചത് ഉണ്ട്. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ദർശനസഭ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു. അത് ഈ ജനുവരി മാസത്തിൽ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ദർശനസഭ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടവകേനെ മൊത്തം ആത്മീയമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശക്തമായ കൂട്ടുകെട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നു. മറ്റേ നമ്മുടെ ഈ അൾത്താര പൊളിച്ച് നല്ല ഭംഗിയാക്കണം, സീലിംഗ് മാറ്റിയിട്ട് നല്ല വലിയ ഫാൻ ഇടണം, വേദേശ ക്ലാസ്സുകൾക്കുള്ള ഒരു കെട്ടിടം പണിയണം. അങ്ങനെ ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഘട്ടം ഘട്ടമായി ആവിഷ്കരിച്ചു വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുകയാണ് ഉണ്ടായത്. ഇനി വരുന്ന അച്ഛന്മാർക്ക് അതിന് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇത് ഇടവക ഒന്നടങ്കം ഒരു ഞെട്ടലോടെയാണ് അച്ഛൻ്റെ മരണം ഉൾക്കൊണ്ടത്. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഇടവക നടത്തറ ഇടവക മൊത്തം ഇപ്പോൾ നിൽക്കുന്നത്.